കുക്കു 2024 ഇറങ്ങിയൊരു ഹൊറർ സിനിമയാണ്, ഇംഗ്ലീഷ് സിനിമ. ടിൽമാൻ സിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻ ഡയറക്ടർ, അയാൾ ലസ് ലസ് എന്ന് പറഞ്ഞ സിനിമ 2018 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ 2024 സിനിമയാണ് കുക്കു. കുക്കു എന്ന് പറഞ്ഞാൽ ഒരു സ്ലാങ്, അതായത് ക്രേസി, ഭ്രാന്ത് എന്നൊക്കെ ഉള്ളൊരു അർത്ഥമുണ്ട്. ആ സിനിമയ്ക്കും അങ്ങനെ ഒരു ക്രേസിനെസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ. ഹണ്ടർ ഷാഫർ എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്നത്. അതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജർമ്മൻ കൺട്രി സൈഡിലേക്ക് ഒരു റിസോർട്ടിലേക്ക് ഒരു അച്ഛനും അമ്മയും മോളും വരികയാണ്. അച്ഛനും അമ്മയും ആ റിസോർട്ടിനെ പുതുക്കി പണിയാൻ വേണ്ടിയിട്ടുള്ള ആർക്കിടെക്റ്റോ ഡിസൈനിങ്ങോ ഒക്കെ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ റിസോർട്ട് നടത്തുന്ന ഒരാളുണ്ട്. പിന്നെ അവരുടെ കൂടെ തന്നെ ഇയാളുടെ ആദ്യ ഭാര്യയുടെ മകളും വരുന്നുണ്ട്. അതാണ് ഹണ്ടർ ഷേഫർ. ഷീസ് പ്രോബ്ലി 16-17 years ആയിട്ടുണ്ട്. അവരുടെ അച്ഛനും അമ്മയും, മോള് ഒരു പ്രോബ്ലി 10 വയസ്സോ അങ്ങനെന്തുണ്ട്. അപ്പോൾ ആകെ ഒരു ടെൻഷൻ, ഫാമിലിയിലൊരു ടെൻഷൻ ഉണ്ട്. കാരണം ഈ മൂത്ത മകൾ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ വിളിക്കും, അങ്ങനത്തെ അമ്മയുടെ കൂടെ ആവണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. പക്ഷേ അച്ഛൻ പ്രോബ്ലി അവർ വേർപിരിഞ്ഞു, പുതിയ ലൈഫാണ്. അപ്പോൾ അതിലേക്കൊക്കെ അസിമുലേറ്റ് ചെയ്ത് വരാനുള്ള സംഭവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചില കുറേ സ്ട്രേഞ്ച് സംഭവങ്ങൾ ആ റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. ഇവർ ഈ ഹണ്ടർ ഷേഫറിന് അവിടുത്തെ റിസോർട്ടിൽ ഒരു ജോലി കിട്ടും. എന്തായാലും ഒരു കുറച്ച് ദിവസം അവിടെ താമസിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് അവിടുത്തെ റിസപ്ഷനിൽ ജോലി കിട്ടും. റിസപ്ഷൻ എന്താ പ്രശ്നം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് ശേഷം അത് തുറക്കില്ല. ആകെപ്പാട് എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ വീട്ടിലേക്ക് സൈക്കിളും ചവിട്ടി വരുന്ന സമയത്ത് ഇവളുടെ പിന്നാലെ ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വരിക, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ പുറത്തുനിന്ന് വരിക. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു രീതിയിൽ കൂടെ അത് സമാപിക്കുന്നതാണ് ആ സിനിമ. ആൻഡ് സൂപ്പർ നാച്ചുറൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഹണ്ടർ ഷേഫറിൻ്റെ അഭിനയം, അത് ഗംഭീരമായിട്ട് ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ്. അനദർ തിങ് ഇസ് ദാറ്റ് ക്രേസി, അബ്സേർഡ്, ബട്ട് അറ്റ് ദ എൻഡ് ഇതൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് എന്തുകൊണ്ട്, എന്ത് ചെയ്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്നുണ്ട്. ആരാണ് ഇതിൽ വില്ലൻ, ആരാണ് വില്ലൻ അല്ലാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്ലി ആസ് എൻ ഓഡിയൻസ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞെട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ആവശ്യത്തിനുണ്ട്, ഗോറി ആയിട്ടല്ല. പക്ഷേ ഭയങ്കര സൈലൻസ് കൂടെ പെട്ടെന്ന് അങ്ങോട്ട് സൗണ്ടുകൾ വന്നിട്ട് നമുക്ക് ആകെപ്പാട് ഭയചകിതമാവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ട്. നമ്മളെന്തിനൊരു ഹൊറർ സിനിമ കാണാൻ പോകുന്നത്? ഈ 2 രീതി സിനിമ കാണാൻ പോകും. ഒരു ഹൊറർ സിനിമ കാണാൻ പോയിട്ടും എന്നെ പേടിപ്പിക്കാൻ ഈ ഒന്ന് നോക്കുന്നുള്ള ലൈനിൽ നിൽക്കാം. അല്ലെങ്കിൽ ഒരു കോമഡി സിനിമ കണ്ടിട്ടും എന്നെ ചിരിപ്പിക്കാൻ ആ സിനിമ എടുത്തുനിന്ന് ഞാൻ ചിരിക്കൂല എന്നുള്ള രീതിയിലും നമുക്ക് വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ ഇതൊന്നും അല്ലാണ്ട് നമ്മളെയായിട്ട് വളരെ ഐ എം എൻ ഓഡിയൻസ്, ഐ എം റെഡി ടു ബി എൻ്റർടൈൻഡ്, ഐ എം റെഡി ടു ബി സ്കെയർഡ്, ഐ എം റെഡി ടു ബി എന്താ പറയുക, തമാശ പറഞ്ഞ് ഞാൻ ചിരിക്കാൻ റെഡിയാണ്, ഐ എം റെഡി ടു ലാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള എനിക്ക് തോന്നുന്നത്. നമ്മളൊരു ക്രിട്ടിക് ലെൻസോട് കൂടിയിട്ട്, ധാരാളം ക്രിട്ടിക്കൽ ലെൻസോട് കൂടി സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. ഞാനൊരു ക്രിട്ടിക് ലെൻസ് എന്നുള്ള രീതിയിലല്ല, ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിലാണ് സിനിമകൾ കാണുക. എന്നിട്ട് പോലും ചില സിനിമകൾ നമുക്ക് ആസ്വാദകൻ എന്നുള്ള തൊപ്പിട്ട് പോയാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ചില സിനിമകൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞങ്ങളിവിടെ പറയാറില്ല ഞാൻ, കാരണം എന്തിനാ വെറുതെ സമയം ചിലവാക്കുന്നത്. ബട്ട് ഇഫ് യു വാണ്ട് എ ഹൊറർ മൂവി, I think it's a good interesting one. At least I personally felt so. റോട്ടൻ ടൊമാറ്റോസിൽ നല്ല റേറ്റിംഗ്, അത്യാവശ്യം മോശമില്ലാത്തൊരു റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് റാദർ ദാൻ ദ പ്ലോട്ടും കാര്യങ്ങളും അല്ലാണ്ട് ആ സിനിമ എടുത്ത രീതിയും ഫൈനലി ഒക്കെ കൂടി കണ്ടു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഒരു തോന്നാൻ സാധ്യതയുണ്ട്. ഇതിനെന്തർത്ഥം എന്നൊക്കെ തോന്നാറുണ്ട്. അതിന് മുമ്പേ ആയിട്ട് അതിപ്പോൾ സിനിമ കണ്ട അവസാനമാവുന്ന സമയത്ത് ഇതിലെന്തർത്ഥം തോന്നുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സിനിമ കാണുന്ന സമയം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയോ എൻ്റർടൈനിങ് ആയോ കൊടുത്ത പൈസ മുതലായോ എന്നുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇൻ ദാറ്റ് വേ ഐ തിങ്ക് ഐ ലൈക്ക് ദ മൂവി.
സിനിമ കുക്കു. നിങ്ങൾ കണ്ടിട്ട് വെറുതെ കുക്കുമായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്ത സിനിമ ആയിട്ട് വീണ്ടും പറയാം.